البأس والسان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم الحمد لله والصلاة والسلام على أشرف خلق الله سيدنا محمد وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الدين عند الله الإسلام صدق الله وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم الدين النصيحة قالوا لمن قال لله ولرسوله ولأئمة المسلمين وعامتهم صدق رسول الله وبارك لنا اللهم في جمع كسبنا وحل عقود العسر يا أيها ارتقت وعطف قلوب العالمين بأسرها علي وألبسني قبولا بسلمخت اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا محمد ബഹുമാനമുള്ള സയ്യിദ് അലി ബാഫഖി തങ്ങൾ, കീക്കോട് തങ്ങൾ, മറ്റ് PMSA തങ്ങൾ തുടങ്ങി നമ്മുടെ സയ്യിദന്മാർ, സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, വിശിഷ്ട വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, മർക്കസ് സമ്മേളന പ്രചാരണ ഉദ്ഘാടനം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുമായി എന്താണ് ബന്ധം? ഇത് നാം പഠിക്കുന്നത് വളരെ നല്ലതാണ്. ആയിരത്തി 1977 നല്ല ഒരു യതീംഖാനയും അതിനോട് അനുബന്ധിച്ച മറ്റ് സ്ഥാപനങ്ങളും നിർമ്മിക്കണമെന്ന് സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രമുഖ നേതാക്കളായ ബഹുമാനപ്പെട്ട മർഹൂം EK ഹസൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത് തങ്ങൾ റഹിമഹുല്ലാ തുടങ്ങിയ നേതാക്കൾ, ഞാനും എല്ലാവരും ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ച് തീരുമാനിച്ച് അതിന് സ്ഥലം എടുക്കാൻ ഞങ്ങളെ 4-5 പേരെ ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട EK ഹസൻ മുസ്ലിയാർ പ്രസിഡന്റും ഞാൻ സെക്രട്ടറിയുമായി തെരഞ്ഞെടുക്കപ്പെട്ട് SYSന്റെ പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി മംഗലാപുരം വരെ പോയി തിരിച്ചു വരുമ്പോഴാണ് ഞാൻ ഈ വിഷയം ഹസൻ മുസ്ലിയാർ അവരോട് പറഞ്ഞത്. ആ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ കൂടിയാലോചന നടത്തിയത്. കൂടിയാലോചന നടത്തി സ്ഥലം വാങ്ങുന്നതിന് ഒരു 5 അംഗ കമ്മിറ്റി തെരഞ്ഞെടുത്തു. അങ്ങനെ ഞങ്ങൾ സ്ഥലം നോക്കി.
1978 ഏപ്രിൽ 18-ാം തീയതി SYSന്റെ സ്റ്റേറ്റ് 2ാം സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ തറക്കല്ലിടണം, അതിന് സ്ഥലം കിട്ടണം. അങ്ങനെ സുമാർ 25ഓളം സ്ഥലം ഞങ്ങൾ പോയി നോക്കി. എവിടെയും സ്ഥലം കിട്ടുന്നില്ല, യോജിച്ച സ്ഥലം കിട്ടുന്നില്ല. സമ്മേളനത്തിന്റെ ഒരാഴ്ച മുമ്പ് ബഹുമാനപ്പെട്ട മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവറുകളെ സമീപിച്ചു. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ ദുആ ചെയ്യണം, കൂടാതെ അതിന് സ്ഥലം കിട്ടിയിട്ടില്ല, അത് കിട്ടാനും ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് എന്താ പറഞ്ഞത്? ഇപ്പൊ പോയിക്കോ, പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് സ്ഥലം കിട്ടും. ഒറ്റ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കോഴിക്കോട്ട് നിന്ന് പോകുമ്പോ ഇപ്പോൾ മർക്കസ് നിൽക്കുന്ന സ്ഥലത്ത് ഒരു വലിയ തേക്ക് മരമുണ്ട്. അന്നുണ്ട്, ഇന്നുണ്ട്. തേക്കിന്റെ ചുവട്ടിൽ എന്നാണ് അവിടെ അന്ന് പേര് പറയാറുള്ളത്. അവിടെ എത്തിയപ്പോഴൊരു ബോർഡ്, സ്ഥലം വിൽപ്പനക്ക് എന്ന്. അങ്ങനെ ഒരു എറോ മാർക്ക് ഉള്ളിലേക്ക്. അവിടെ എത്തി അത് കണ്ട് മേലോട്ട് കയറി ചെന്നപ്പോ അവിടെ ഒരു ബോർഡും കൂടി കണ്ടു, ബന്ധപ്പെടാനുള്ള അഡ്രസ്സും കണ്ടു. അപ്പൊ ചിലർ പറഞ്ഞു, ഇതൊരു 5 ഏക്കർ സ്ഥലമല്ലേ ഉള്ളൂ, 5ൽ താഴെ, ഇത് പോരാ, നമുക്ക് പ്ലേ ഗ്രൗണ്ട് വേണം, അത് വേണം, ഇത് വേണം, അതിനൊക്കെ വലിയ സ്ഥലം കിട്ടണം എന്ന് പറഞ്ഞെങ്കിലും അവസാനം ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി നമ്മളോട് ആദ്യം കാണും, ഇപ്പൊ പോയിക്കോളി എന്ന് പറഞ്ഞതാണല്ലോ, അതിലാദ്യം കണ്ടതല്ലേ, അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അവിടെ ഒരു അമുസ്ലിം സഹോദരൻ്റെതാണ് സ്ഥലം. അദ്ദേഹത്തെ പോയി കണ്ടു, അദ്ദേഹവുമായി വില പറഞ്ഞു, ഉറച്ചു. അദ്ദേഹം പറഞ്ഞു, ഒരു സെന്റിന് 300 രൂപ എനിക്ക് തരണം, തെങ്ങുള്ള കുറച്ച് സ്ഥലമുണ്ട്, അതിനൊരു 50 ഉറുപ്പിക കൂടി അധികം തരണം. ഇന്ന് അവിടെ 6 ലക്ഷമാണ് വില ഒരു സെന്റിന്. അതിന്റെ തൊട്ട സ്ഥലത്തിൽ 6 ലക്ഷം വില ചോദിക്കുന്നത് നമ്മൾ ചോദിച്ചിട്ട്. ഏതായാലും വിലക്ക് എടുത്തു. 15,000 ഉറുപ്പിക അഡ്വാൻസ് കൊടുത്തു. എഗ്രിമെന്റ് എഴുതി. തറക്കല്ലിടുന്നതിന്റെ മുമ്പ് കാശ് കൊടുക്കാനും രജിസ്റ്റർ ചെയ്യാനും കഴിഞ്ഞില്ല. ആ ഹിന്ദു സഹോദരൻ പറഞ്ഞു, ഞാനും വരാം, നിങ്ങൾ തറക്കല്ലിട്ടോളൂ, തീർച്ചയായും ഞാനത് തരും, കാശില്ലെങ്കിലും രജിസ്റ്റർ ഇല്ലെങ്കിലും തരുമെന്ന് പറഞ്ഞു. അപ്പോൾ മർക്കസിന്റെ തുടക്കത്തിൽ തന്നെ മഹാനായ CM വലിയുള്ളാഹി അവരുടെ നിർദ്ദേശം ആണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാനതിന്റെ മുമ്പ് തന്നെ മഹാനവറുകളെ അടുക്കൽ പോകുന്ന ആളും ബന്ധപ്പെടുന്ന ആളും ആണ്. വലിയ കറാമത്തിന്റെ ഉടമസ്ഥരാണ്. കറാമത്ത് എണ്ണി പറഞ്ഞാൽ തീരുകയില്ല. ഒരു ചെറിയ കറാമത്ത് ഞാൻ പറയാം. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. അവിടെ ഒരിക്കൽ വിദ്യാർത്ഥികാരുമായി ഒരു വാദപ്രതിവാദം നിശ്ചയിച്ചു. പാലക്കാട്ട് പൂടൂർ എന്ന സ്ഥലത്ത് മർഹൂം EK ഹസൻ മുസ്ലിയാരാണ് നിശ്ചയിച്ചത്. മഹാനവറുകൾ ഹജ്ജിന് പോയി പെട്ടെന്ന്
അപ്പോൾ വിദ്യാർത്ഥിക്കാർ നോട്ടീസ് ഇറക്കി. ഹസൻ മുസ്ലിയാർ വാദപ്രതിവാദവും നിശ്ചയിച്ച് ഒളിച്ചോടിപ്പോയി. സുന്നികൾ തോറ്റുപോയി. അങ്ങനെ ഈ നോട്ടീസ് കണ്ടപ്പോൾ മർഹൂം ഇ കെ അബൂബക്കർ മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയ സമസ്തയുടെ അന്നത്തെ ആലിമ്യങ്ങളോട് ഈ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, ഞമ്മക്ക് നടത്താം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോ വാദപ്രതിവാദം നടത്താൻ എന്നെ അവരെല്ലാവരും കൂടി തെരഞ്ഞെടുത്തു. ഞാൻ ജീവിതത്തിൽ ആദ്യമായി വാദപ്രതിവാദത്തിൽ നേരിടുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവരുകളെ കണ്ടുവന്ന് ദ്വാരപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചു. ഒരു വീട്ടിലുണ്ട് ഇത് കേട്ടപ്പോൾ ഞാൻ അവിടെ പോയി. ചെല്ലുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് അവിടുന്ന് പോയി. വേറെ ഒരു സ്ഥലത്ത് പോയി, അവിടെയും കണ്ടില്ല. വേറെ ഒരു സ്ഥലത്ത് പോയി, അവിടെയും കണ്ടില്ല. 3 സ്ഥലത്ത് നോക്കി, ഒരു സ്ഥലത്തും കണ്ടില്ല. എന്നാൽ പിന്നെ ഇൻഷാ അല്ലാഹ് ഒരു ദ്വാരക്കും എന്ന് ഉദ്ദേശിച്ച് ഞങ്ങൾ പാലക്കാട്ടേക്ക് പുറപ്പെട്ടു. പാലക്കാട്ട് ജന്നത്ത് അവിടുത്തെ ഒരു സുപ്രസിദ്ധ വലിയന്റെ മഖാമുണ്ട്. അവിടെ പോയി സിയാറത്ത് ചെയ്ത് ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ, ഞങ്ങളെല്ലാവരും ഇറങ്ങിയപ്പോൾ CM വലിയുള്ളാഹിയുടെ ഖാദിമായ അബ്ദുറഹ്മാൻ എന്ന ആൾ ഓടി വന്നിട്ട്, നിങ്ങൾക്ക് CM വലിയുള്ളാഹി അസ്സലാമു അലൈക്കും പറഞ്ഞിരിക്കുന്നു, എന്നെ അവിടുന്ന് ഇങ്ങോട്ട് അയച്ചതാ, നിങ്ങൾക്ക് സലാം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, വാദപ്രതിവാദം നടത്തിക്കൊള്ളണം, പൂർണ്ണ വിജയം കിട്ടും, യാതൊരു പേടിയും വേണ്ട എന്ന് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷമായി. അങ്ങനെ സമസ്തയുടെ എല്ലാ ആലിമീങ്ങളും ഇരുന്നു കൊണ്ട് ആ സദസ്സിൽ വെച്ച് വിനീതനായ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തോട് നേരിട്ടുകൊണ്ട് 4 ദിവസത്തെ വാദപ്രതിവാദം നടന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ 100 വീട്ടുകാർ ആ വാദപ്രതിവാദത്തിൽ സുന്നത്ത് ജമാഅത്തിലേക്ക് തന്നെ മടങ്ങുകയുണ്ട്. ഇന്നും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം, പറളി മുജാഹിദുകളുടെ അറബി കോളേജ്, ആ അറബി കോളേജിന്റെ എതിർവശത്തായി ആ സുന്നികളെല്ലാം കൂടി ഒരു പള്ളി ഉണ്ടാക്കുകയും ആ പള്ളി സ്ഥാപിക്കുകയും ചെയ്തത് ഇന്ന് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വാദപ്രതിവാദം കഴിഞ്ഞ് തിരിച്ചെത്തി എന്റെ വീട്ടിൽ വന്ന ഉടനെ എനിക്ക് അതിഭയങ്കരമായ പനി വന്നു. 110 ഡിഗ്രി പനി. 3-4 ഡോക്ടർമാര് വന്ന് നോക്കി മരുന്ന് തന്നെങ്കിലും പനി യാതൊരു കുറവും ഇല്ല. അങ്ങനെ 3-ാമത്തെ ദിവസമോ 4-ാമത്തെ ദിവസമോ ആണ് വളരെ പേടിയായി പനി കുറവില്ലാത്തതിന്റെ പേരിൽ. സഹോദരങ്ങളെ, അങ്ങനെ അന്ന് ഞാൻ മഹാന്മാരായ ഔലിയാക്കളുടെ പേരിൽ എന്റെ വേദനയോടുകൂടി ഒരു ഫാത്തിഹ ഓതി ഉറങ്ങി. ഉറങ്ങിയ സമയത്തതാ ഒരു കാര്യം ഞാൻ കാണുന്നു. ഒരു വലിയ ചുമരിന്റെ, വലിയൊരു പറമ്പിന്റെ മതിലിന്റെ സൈഡിലൂടെ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ എന്റെ പിന്നാലെ കൂടി. എന്താണ് വർത്തമാനം, നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ പിന്നാലെ കൂടി. ഞാൻ അയാളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പോയി നടന്നിട്ട് ഇങ്ങനെ ഒരു ടേണിംഗിൽ ഇങ്ങനെ എത്തിയപ്പോ അവിടെ വലിയൊരു കുഴി കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു വലയും വിരിച്ചിട്ടുണ്ട്. ഈ ആള് എന്നെ കൈ പിടിച്ചിട്ട് ഒരൊറ്റ വലി ഈ കുഴിയിലേക്ക്. ഞാൻ പിടിച്ചു വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടി.
ഇയാള് കൈവിടാതെ എന്നപ്പോൾ ഒറ്റ ചാട്ടം ചാടി ആ കുഴിയുടെ അപ്പുറത്തെത്തി ഞാൻ. പിന്നെയും അയാൾ എന്നെ ഈ കുഴിയിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹു അതാ വരുന്നു. വരുന്ന സമയം ഒരാള് വരുന്നു എന്ന് കണ്ടപ്പോ ഇയാൾ ഓടിക്കളഞ്ഞു. കള്ളൻ നമ്മളെ പിടിച്ചു വലിക്കാൻ വന്ന ആൾ ഓടിക്കളഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ എന്റെ വായിൽ കൈയിട്ട് എന്തോ ഒരു സാധനം എടുത്തു കളഞ്ഞു. ലാ തഖഫ്, നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് അവര് പോയി. നേരം വെളുത്തപ്പോൾ എന്റെ പനി പൂർണ്ണമായി ശിഫയായി പോയി. പിന്നെ എനിക്ക് പനിയില്ല, മരുന്നില്ല, ആവശ്യമില്ല. അവിടെ നിന്ന് 4 ദിവസം കഴിഞ്ഞിട്ട് താമരശ്ശേരിയിൽ ഒരു വീട്ടിൽ ബഹുമാനപ്പെട്ടവർ വന്നിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ ഞാൻ അവിടെ കാണാൻ പോയി. അപ്പോൾ നമ്മുടെ വൈലത്തൂർ സയ്യിദ് യൂസുഫ് തങ്ങൾ അവിടെയുണ്ട്, വേറെ കുറെ പ്രവർത്തകന്മാരുണ്ട്. എന്നെ കണ്ട് ഞാൻ അസ്സലാമു അലൈക്കും വഅലൈക്കും പറഞ്ഞ ഉടനെ അറബിയിൽ എന്നോട് ചോദിക്കുന്നു, അമാ ഖുൽതു ലക ലാ തഖഫ് വഅഖൂലു ലക ആന വലാ തഹ്സൻ. നിങ്ങൾ ഉറക്കത്ത് പറഞ്ഞത് നീ ഭയപ്പെടണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവല്ലോ, എന്നാൽ ഇപ്പോൾ ഞാൻ പറയുന്നു വലാ തഹ്സൻ, നീ ദുഃഖിക്കുകയും വേണ്ട, നീ ഭയപ്പെടുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട. നിങ്ങൾ നോക്കൂ, അങ്ങനെ ഉറക്കത്തിലും ഉണർച്ചയിലും ബഹുമാനപ്പെട്ടവരുടെ നിയന്ത്രണം, ഉപദേശം, ആ ഉപദേശത്തിലും നിർദ്ദേശത്തിലും ആണ് ഞാൻ നടന്നിട്ടുള്ളതും മർക്കസു സഖാഫത്തി സുന്നിയ സ്ഥാപിച്ചിട്ടുള്ളതും. മർക്കസ് സ്ഥാപിച്ചതിന്റെ ശേഷം ഇടക്കിടക്ക് അവിടെ ഇങ്ങനെ വരുമ്പം അത് നമുക്ക്, ഇത് നമുക്ക്, അത് നമുക്ക് എന്നിങ്ങനെ ഓരോ പറമ്പിലേക്കും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും. ആ പറഞ്ഞ പറമ്പുകളെല്ലാം ഇന്ന് നമ്മുടെ കയ്യിലാണുള്ളത്. അതേസമയത്ത് മർക്കസിൽ വന്നവർക്കറിയാമോ, റോട്ട് അങ്ങോട്ട് കയറുന്ന സ്ഥലത്ത് ഒരു വീടുണ്ട്. അതിനെപ്പറ്റി ഞാൻ മൂപ്പരോട് പലപ്പോഴും പറഞ്ഞു, അത് നമുക്ക് വേണം. എന്നോട് പറഞ്ഞു, ഇപ്പോൾ അത് നമുക്ക് വേണ്ട, കാലങ്ങൾ കഴിയട്ടെ എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും കിട്ടിയിട്ടില്ല. എത്ര ഉറുപ്പ്യ കൊടുത്താലും വാങ്ങാനുണ്ട്, കിട്ടിയിട്ടില്ല. അവര് വിൽക്കണ്ടേ, കിട്ടാനല്ലേ വാങ്ങാൻ കഴിയുള്ളൂ. ഇപ്പൊ അടുത്ത ദിവസം ഞാൻ 33 കൊല്ലായല്ലോ, ഇപ്പൊ കാലങ്ങൾ കഴിയട്ടെ എന്ന് പറഞ്ഞപ്പോ 33 കൊല്ലായി, ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം എന്ന് കരുതി ഞാൻ മടവൂർ പോയി സിയാറത്ത് ചെയ്ത് ഈ ഉദ്ദേശം വെച്ചുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു കണക്കാക്കിയല്ലേ എന്നറിയില്ല. ഇത് ഞാൻ ഈ കിസ്സ പറയുന്നത് കിസ്സക്ക് വേണ്ടി മാത്രമല്ല, ചെറുപ്പക്കാരായ ആളുകൾക്ക് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ നിയന്ത്രണം അറിയാത്തവരാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഫൽ മുദബ്ബിറാത്തി അംറൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറൻ, അല്ലാഹു തആല പല കാര്യങ്ങളെ കൊണ്ടും സത്യം ചെയ്തു പറയുന്ന കൂട്ടത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകൾ കൊണ്ട് സത്യം എന്ന് അല്ലാഹു ഖുർആൻ പറഞ്ഞു. നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോ അല്ലാഹു അല്ലല്ലോ, അല്ലെ? നിയന്ത്രിക്കുന്നവൻ എന്നായിരുന്നു പറഞ്ഞതെങ്കിൽ അത് അല്ലാഹുവിനെ കൊണ്ട് തന്നെ അള്ളാഹ് സത്യം ചെയ്തതാണെന്ന് ഒരുപക്ഷെ പറയാമായിരുന്നു. അല്ലാഹു പറഞ്ഞത് നിയന്ത്രിക്കുന്നവർ എന്നാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ലോകപ്രസിദ്ധനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തന്റെ തഫ്സീറുൽ കബീറിൽ പറഞ്ഞിരിക്കുന്നു, ഈ അൽ മുദബ്ബിറാത്തു അംറൻ, കാര്യങ്ങളെ, ലോകത്തുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു പറഞ്ഞത് അർവാഹുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ ആത്മാവുകൾ ആകുന്നു. ഔലിയാക്കന്മാരുടെ ആത്മാവുകളാണ് അല്ലാഹു തആല ഈ പറഞ്ഞിട്ടുള്ളത്. അവരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന്
ഇമാം ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്തിനെ സംബന്ധിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കഴിഞ്ഞുപോയ മഹാന്മാർ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ അവർക്ക് ജീവിതത്തിലും ജീവിച്ചു കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാലും അവരുടെ കറാമത്തുകൾ ഉണ്ട്. അത് ഖുർആൻ സൂറത്തുൽ ജാസിയയിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അം ഹസിബല്ലദീന ജതറഹുസ് സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് സവാഉൻ മഹ്യാഹും വമമാതുഹും സഅ മാ യഹ്കുമൂൻ. സൂറത്തുൽ ജാസിയ ഈ സൂറയിൽ അല്ലാഹു പഠിപ്പിക്കുന്നു, അം ഹസിബല്ലദീന ജതറഹുസ് സയ്യിആത്ത്, തെറ്റുകളും കുറ്റങ്ങളും വേണ്ടാത്തരങ്ങളും പ്രവർത്തിച്ച ആളുകൾ മനസ്സിലാക്കുന്നുവോ, അൻ നജഅലഹും അവരെ നാം ആക്കുമെന്ന്, കല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് സത്യവിശ്വാസികളും സൽക്കർമ്മികളുമായ മഹാന്മാരെ പോലെ ആക്കും എന്ന് മനസ്സിലാക്കുന്നുവോ, സവാഉൻ മഹ്യാഹും വമമാതുഹും അവരുടെ ജീവിതവും മരണവും സമമായതാണ്, ഔലിയാക്കളുടേത് സമമായതുപോലെ ഇവരുടേത് സമമാക്കുമെന്ന് അവർ കരുതുന്നുവോ, സഅ മാ യഹ്കുമൂൻ അവരുടെ വിധി വളരെ തെറ്റാണ് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാർ അവരുടെ ജീവിതവും മരണവും സമമാണ്, മരിച്ചു കഴിഞ്ഞാലും അവരുടെ കറാമത്തുകൾ വ്യക്തമായി ഇവിടെ ഉണ്ടാകുമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീർ എടുത്തു നോക്കിയാൽ ഇമാം ബൈവാവി അടക്കം, ഇമാം അബു സഊദ് അടക്കം, ഇമാം ഖുർത്തുബി അടക്കം നിരവധി മുഫസ്സിറുകൾ വളരെ വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ബിഇബ്ഖാഇ കറാമാതിഹിം ബഅദ മൗതിഹിം, അവരുടെ കറാമത്ത്, ജീവിതകാലത്തുള്ള കറാമത്ത് അവരുടെ മരണശേഷവും ബാക്കിയാക്കി നിർത്തുമെന്നാണ് ഈ ആയത്ത് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് മഹാന്മാർ വിവരിച്ചതായി നമുക്ക് കാണാം. അങ്ങനെ എന്റെ ചെറുപ്പക്കാർ പ്രത്യേകമായി മനസ്സിലാക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന നാം എന്തെങ്കിലും ചപ്പുചവറുകൾ വിശ്വസിക്കുകയല്ല, ഔലിയാക്കന്മാരുടെ പേരിൽ ഇല്ലാത്തത് വെച്ചുകെട്ടിക്കൊണ്ട് അവരെ വലുതാക്കുകയല്ല, അവരെ എന്തെങ്കിലും പറഞ്ഞ് പുകഴ്ത്തുകയല്ല, മറിച്ച് ഈമാൻ, അതാണ് ഏറ്റവും വലിയ വിഷയം അല്ലേ? ഈമാനുള്ള വിഷയം, ഈമാൻ ഉണ്ടാകുന്ന ആളുകളോട് അള്ളാഹുവിന് വലിയ പ്രിയമാണ്. ഈമാനുള്ള ജനങ്ങളോട് ആ ഈമാനിന്റെ കട്ടി എത്രയെത്ര വരുമോ ആ കട്ടി വരുന്നതനുസരിച്ച് അല്ലാഹു തആലാക്ക് മുഅ്മിനീങ്ങളോട് പ്രിയമുണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ഒരു ചെറിയ കുഞ്ഞുണ്ടായി അല്ലെ? ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ക്ലാസ് എടുത്ത് വലിച്ചെറിഞ്ഞു, പാത്രം എടുത്ത് വലിച്ചെറിഞ്ഞു, എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ചെറിയ കുഞ്ഞ്, നിങ്ങൾ അടിക്കോ? ചെറിയ പിഞ്ചു കുട്ടി അടിക്കൂല. പിന്നെയും നിങ്ങൾ ആ പിഞ്ചു കുഞ്ഞിനെ താലോലിച്ച് ഉറക്കി ആ കുട്ടിക്ക് എന്താ മോനെ വേണ്ടത്, മിഠായി വേണോ, പഞ്ചസാര വേണോ, ചായ വേണോ ചോദിക്കല്ലേ ചെയ്യുന്നത് അല്ലേ? എന്തുകൊണ്ട് ആ മകനോട് നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള സ്നേഹം കൊണ്ട് അല്ലേ? അപ്പൊ സ്നേഹമുള്ള ആൾ അവരോട്, അവരെന്തായാലും അവരോട് വലിയ സ്നേഹം തന്നെയാണ്. എങ്കിൽ അർഹമുറാഹിമായ അള്ളാഹുവിന് മക്കളില്ല, അള്ളാഹുവിന് ഭാര്യമാരില്ല, അള്ളാഹു തആലാക്ക് മക്കളില്ല, മാതാപിതാക്കളില്ല. അള്ളാഹു തആല ഖദീമാണ്, അവൻ ജനിച്ച് ഉണ്ടായവൻ അല്ല, അവൻ മരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ കുട്ടികളൊരു ഉദാഹരണം ഞാൻ പറഞ്ഞത് കൊണ്ട് അങ്ങനെ നയിക്കണ്ടെന്ന് വെച്ചിട്ട് പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരോട്? മുഅ്മിനീങ്ങളോട്. മുഅ്മിനായ മനുഷ്യനോട് അള്ളാഹുവിന് പ്രിയം. അതുകൊണ്ടല്ലേ മുഅ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പാശ്ചാത്തപിച്ച് മടങ്ങി അള്ളാഹുവേ നീ പുറത്തു തരണം എന്ന് പറയുമ്പോൾ, അവന്റെ മനസ്സറിഞ്ഞ് തൗബ ചെയ്യുമ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതും എന്തുകൊണ്ടാണ്?
ഈമാൻ എന്ന ഈ മഹത്തായ വിശ്വാസത്തിന്റെ പേരിൽ അള്ളാഹുവിലുള്ള സ്നേഹം കൊണ്ടാണ്. സ്നേഹം ഈമാനിന്റെ കട്ടിയനുസരിച്ച് കൂടിക്കൂടി വരും. അപ്പോൾ അവരിഷ്ടപ്പെടുന്നതൊക്കെ അള്ളാഹു ചെയ്തു കൊടുക്കും. അതാണ് ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറയുന്നത്. എന്നാൽ ഔലിയാക്കളുടെ കറാമത്ത് എന്ന് പറഞ്ഞാൽ സാധാരണക്കാര് മനസ്സിലാക്കുന്ന കറാമത്ത് മാത്രമല്ല കറാമത്ത്. അതുകൂടി ഒന്ന് പഠിക്കുന്നത് നല്ലതാ ഈ സമയത്ത്. സാധാരണക്കാർക്ക് ഇപ്പൊ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളത്തിന്റെ മേലെ കൊണ്ട് നടന്നാൽ അത് കറാമത്തായി അല്ലേ? ആകാശത്ത് കൂടെ പറഞ്ഞാൽ അത് കറാമത്തായി അല്ലേ? കറാമത്ത് തന്നെ അല്ലാന്നല്ലേ പറയുന്നത്. ഔലിയാക്കന്മാരെ ചെയ്താൽ അത് കറാമത്ത് തന്നെ. ഒരു രോഗം വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, അത് കറാമത്ത് തന്നെ. പക്ഷെ ഇതൊക്കെ ചെറിയ കറാമത്താ, എല്ലാം ചെറിയ ചോട്ടാ കറാമത്ത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അത് ഒരിക്കലും ഉണ്ടായി അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, പിന്നെ കാണൂലല്ലോ. കാണൂ. മാത്രമല്ല ഈ കറാമത്ത് പോലെ ചില കങ്കട്ടുകാരും ജാലവിദ്യക്കാരും ഒക്കെ അവർക്കും ചിലവർക്ക് കാണിക്കാൻ കഴിയും. വെള്ളത്തിൽ കൂടെ നടക്കണമെന്നില്ല ജാലവിദ്യക്കാരുണ്ട്. ഒരു കയറ് കെട്ടിയിട്ട് അതിന് കൂടെ അഭ്യാസക്കാരൻ നടക്കും. അപ്പോ പക്ഷേ കറാമത്തും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ജാലവിദ്യക്കാരൻ്റെത് വേറൊരു ജാലവിദ്യക്കാരൻ വന്നാൽ ഇത് പൊളിക്കാൻ കഴിയും. കറാമത്ത് കൊണ്ട് ഏതായാലും പൊളിക്കാൻ കഴിയും. നേരെ മറിച്ച് കറാമത്തും വിദ്യത്തും പൊളിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. എന്നാലും അതിനേക്കാളൊക്കെ വലിയ കറാമത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തന്റെ ഹികമിൽ പറയുന്നു, ഔലിയാക്കളുടെ കറാമത്തുകൾ വെച്ച് ഏറ്റവും വലിയ കറാമത്ത് അവരുടെ ജീവിതം മുഴുവനും പരിശുദ്ധ ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ഉപയോഗപ്പെടുത്തിയതിന്റെ ഫലമായി ലോകത്ത് എമ്പാടും ജനങ്ങൾ ഹിദായത്തിൽ വരികയും ചെയ്യുക. അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ വെള്ളത്തിൽ കൂടെ നടക്കലോ ആകാശത്ത് കൂടി പറക്കലോ ഊതിപ്പറപ്പിക്കലോ അങ്ങനത്തെ കറാമത്തുകൾ വളരെ ചുരുക്കം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇമാം നവവിയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ കിതാബ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വിളക്ക് കെട്ടുപോയി. ഉടനെ തന്നെ ആ ഈ ഇടത്തെ കൈന്റെ വിരലിങ്ങനെ വെളിച്ചം കാണിച്ചു കൊടുത്തു. വലത്തെ കൈ കൊണ്ട് എഴുതി. കിതാബ് എഴുത്ത് നിർത്തിയില്ല. വിളക്ക് കത്തിക്കാൻ എവിടെയും പോകേണ്ടി വന്നില്ല. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു, സഹാബിയായ ഉസൈദ് ബിൻ ഹുദൈർ പറയുന്നു, ഞാനും എന്റെ സഹോദരനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കരമായ ഇരുട്ട്. അങ്ങനെ ഞാൻ എന്റെ കൈയിന്റെ വിരല് ഇങ്ങനെ വെളിച്ചം കാണിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നടന്നു. കുറെ അങ്ങോട്ടെത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ടു വഴിക്ക് തിരിഞ്ഞപ്പോൾ രണ്ടാളുടെയും കൈവിരലിൽ ഇങ്ങനെ വെളിച്ചം കണ്ടു എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ കാണാം. അതാണ് അതുപോലത്തെ കറാമത്തുകളൊക്കെ ഉണ്ട്. കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോർ ന്റെ കറാമത്ത് പറയുന്നതിൽ കാണാം. വലിയ ഇരുട്ടുള്ള രാത്രി നടന്നു പോകുമ്പോ കൈവിരൽ ചൂട്ടാക്കി. അപ്പൊ ഇതൊക്കെ കറാമത്താണ്. പക്ഷേ അതിനേക്കാളും കറാമത്ത് എത്രയോ ലക്ഷങ്ങൾ അവരുടെ കാരണം കൊണ്ട് ഹിദായത്താവലാണ്. ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹു മഹാനവർകൾ ഒരൊറ്റ റൂമിൽ ഇരുന്നു കൊണ്ട് എത്ര ആളെ ഹിദായത്താക്കി, എത്രയാളുകളെ ഹിദായത്താക്കി. ബിദ്അത്ത് എന്ന് പറയുന്ന സാധനം അടുക്കാൻ സമ്മതിക്കാതെ കോടികൾ കൊണ്ടുവന്നാലും ബിദ്അത്തുകാരനെ അടുപ്പിക്കാതെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മാത്രമാണ് ഹഖ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ഇന്നും അതാ സഹോദരങ്ങളെ എത്ര 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 സ്ഥലത്താണ് സി.എം. വലിയുള്ളാഹിയുടെ പരിപാടികൾ നടക്കുന്നു. അവിടെ എന്തെങ്കിലും ഹറാമായ കളിയുണ്ടോ, ഹറാമായ കൂത്താട്ടമുണ്ടോ? ഒന്നുമില്ല. ഇതുപോലത്തെ മജ്‌ലിസുകൾ ഉണ്ടാക്കി വഅദ് പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ച് ഹിദായത്താക്കുന്ന പരിപാടികളല്ലാതെ വേറെ എന്താണുള്ളത്?
അപ്പൊ അതൊക്കെ അവിടുത്തെ കറാമത്തുകളാണ്. ആ കറാമത്തുകൾ ഇന്നും നടക്കുകയാണ് എന്ന് മാത്രം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതിന്റെ പേരിലാണ് അവിടുത്തെ കറാമത്തിന്റെ ഒരു ഭാഗമാണ് മർക്കസു സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിന് ഇത്രയും വലിയ മഹത്വങ്ങൾ കിട്ടിയത്. പിന്നെ മർക്കസിൽ എത്രയോ ഔലിയാക്കന്മാർ വേറെയും വന്നിട്ടുണ്ട്. ചാപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി, വടകര മുഹമ്മദ് ഹാജി തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി, സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ, നിങ്ങൾക്ക് കേട്ടിട്ടല്ലോ ഇല്ലേ? പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതൻ. അവരാണ് മർക്കസിന് തറക്കല്ലിട്ടത്. ആ തറക്കല്ലിട്ടതിലൊരു കറാമത്ത്. എന്താ കറാമത്ത് പറയൂ? ഞാനും മൂപ്പരെ ക്ഷണിച്ചു മക്കത്തുനിന്ന്. അതിന് ഉറപ്പൊന്നുമില്ല, വരാൻ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അത് ആ സമ്മേളനത്തിന്റെ തറക്കല്ലിടുന്നതിന്റെ 4 ദിവസം മുമ്പ് ബോംബെയിൽ നിന്ന് ഒരാൾ വിളിക്കുന്നത്, ഇങ്ങനെ മുഹമ്മദ് മാലിക്ക് വന്നിട്ടുണ്ട്, താജ് ഹോട്ടലിൽ താമസിക്കുന്നു, പക്ഷേ കേരളത്തിലേക്ക് വരാൻ ഒരൊറ്റ പ്ലെയിനും ഇല്ല, പ്ലെയിന് ടിക്കറ്റ് ഇല്ല. കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ അന്ന് ഉള്ളൂ, അല്ലെങ്കിൽ ബാംഗ്ലൂർ, 2 സ്ഥലത്തൊക്കെ ഉള്ളൂ, വേറെ എവിടെയില്ല. ടിക്കറ്റില്ല, യാതൊരു നിവൃത്തിയുമില്ല, അവർ മടങ്ങിപ്പോകാന്നാണ് പറയുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത് തങ്ങൾ, മർക്കസിന്റെ പ്രസിഡന്റായിരുന്ന അവേലത്ത് തങ്ങൾ എന്നോട് പറഞ്ഞു, നമ്മൾ ബോംബെയിൽ പോവുക ടിക്കറ്റ് എടുക്കാനാണ്. 2 ആൾക്ക് ടിക്കറ്റ് ഇങ്ങോട്ട് വരാനില്ലാത്തതിനും തങ്ങളെന്താ പറയുന്നത്, നമ്മൾ ബോംബെയിൽ പോവാന്ന്, മൂപ്പരെയും കൂട്ടിയിട്ട് വരാമെന്ന്. അങ്ങനെ അന്നത്തെ ഒരു അംബാസഡർ കാറുണ്ട്, ആ കാറ് കൊടുത്ത് ബാംഗ്ലൂർ പോയി, ബാംഗ്ലൂരിൽ നിന്ന് 2 ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബോംബെ ചെന്ന് കണ്ട് ടിക്കറ്റ് നമുക്ക് ഒരു ടിക്കറ്റും ഇല്ല, ഒരു മാർഗവുമില്ല എന്ന് പറഞ്ഞു. അവിടുത്തെ ഒരു സമ്മേളനം ഇവിടെ നാളെ മറ്റന്നാൾ നടക്കുകയാണ്. ഇവിടെ അവര് വന്നില്ലെങ്കിൽ നടക്കുകയല്ല, ഞങ്ങൾ കൂടി അവിടെ ആയിപ്പോയില്ലേ, ഇനി എങ്ങനെയാ എത്തുക? അവേലത്തെ തങ്ങൾ പറഞ്ഞു, നമ്മൾ ഇവിടെ ഇരിക്കുക, ഞമ്മക്ക് ടിക്കറ്റ് കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴതാ 2 ടിക്കറ്റ് 4 ടിക്കറ്റ് കാൻസലേഷൻ. സുബ്ഹാനല്ലാഹ്, ആ 4 ടിക്കറ്റും 2 ടിക്കറ്റ് വന്നവരും 2 ടിക്കറ്റ് ഞങ്ങളും എടുത്ത് ബാംഗ്ലൂരിലേക്ക് വന്ന് അവിടുന്ന് തന്നെ അതേ കാറിനൊക്കെ കോഴിക്കോട്ടെത്തി 10 മണിക്കൂറുണ്ട്. ഇതൊക്കെ കറാമത്ത. അങ്ങനെ കറാമത്തുകൾ കൊണ്ട് തന്നെ സ്ഥാപിതമായതാണ് മർക്കസ്. വേറെയും ഒരുപാട് കറാമത്തുകൾ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ മുഹദ്ദിസായ സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങളവറുകൾ വന്ന് തറക്കല്ലിട്ട്. ഇപ്പോ അവിടുന്ന് വഫാത്താകുന്നതിന്റെ 6 മാസം മുമ്പ് ഞാൻ SYSന്റെ 50ാം വാർഷിക സമ്മേളനവും മർക്കസിന്റെ സന്ദർശനവും അറിയിച്ച് ക്ഷണിച്ചപ്പോൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഇസ്തിഖാറത്ത് ചെയ്യട്ടെ, മദീനയിൽ പോയി റസൂലുള്ളാഹിനോട് ചോദിക്കട്ടെ, എന്നിട്ട് സമ്മതം കിട്ടിയാ വരുമെന്ന്. എന്നെ വിളിച്ചിട്ട് പിന്നെ പറയാണ്, മദീനത്തും സമ്മതം കിട്ടിയിട്ടുണ്ട്, ഞാൻ വരുന്നു. വന്നില്ലേ? ഇവിടെ വന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ആലിമ്യങ്ങളൊക്കെ വിളിച്ചു വരുത്തി, അവർക്കൊക്കെ ഇജാസത്തുകൾ കൊടുത്ത് തിരിച്ചുപോയി. അവർ മരിച്ചുപോയി. അതുപോലെ കേരളത്തിലെ പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ മുഹദ്ദിസായ അബുൽ ഫൈദ് മുഹമ്മദ് യാസീൻ ഫാദാനി റഹ്മത്തുള്ളാഹി അലൈഹി അവർ മർക്കസിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഇസ്മായിൽ സൈൻ മർക്കസിൽ വന്നിട്ടുണ്ട്. ഷെയ്ഖ് ഹസൻ ഷദ്ദാദ് മർക്കസിൽ വന്നിട്ടുണ്ട്. അഗ്രേ ഈജിപ്തിലും യമനിലും മക്കയിലും മദീനയിലുമുള്ള 100 കണക്കിന് ഔലിയാക്കന്മാരായ അഹ്ലുൽ ബൈത്തും അല്ലാത്തവരുമായ മഹാന്മാർ മർക്കസു സഖാഫത്തി സുന്നിയയിൽ വരികയും അവിടെ ദുആ നടത്തുകയും അവിടെ ഇജാസത്ത് നൽകുകയും എത്രയോ അധികം പൊരുത്തം നൽകുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് മർക്കസ്. അതുകൊണ്ടാണ് മർക്കസിന്റെ പ്രചരണവും സിയം വലിയുള്ളാഹിയുടെ സ്മരണവും 2 കൂടി ഒത്തുകൂടിയത് എന്ന് ഞാൻ അറിയിച്ചതാണ്. ആ മർക്കസ് യഥാർത്ഥത്തിൽ അതിന്റെ വലിപ്പം എനിക്ക് തന്നെ നല്ലോണം അറിയില്ല.
അറിയില്ലാന്ന് ഞാൻ തമാശ പറയല്ല. ഇപ്പോ ഞാൻ അറബികളോടൊക്കെ സംസാരിക്കുമ്പോൾ കുട്ടികളെ എണ്ണം, അവിടുത്തെ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം പറയുമ്പോൾ 500 തൊഴിലാളികളുണ്ട് എന്നാ പറയല്. ഇന്നാള് ഞങ്ങൾ തൊഴിലെടുക്കുന്ന എല്ലാവരെയും ഒന്ന് വിളിച്ചുകൂട്ടി, എണ്ണെടുത്ത് നോക്കുമ്പോൾ 800 ആളുണ്ട്. നമ്മൾ ശമ്പളം കൊടുക്കുന്ന 800 ആള് സ്കൂൾ മാസ്റ്റർമാർ ഒഴിച്ചിട്ട്, സ്കൂൾ മാസ്റ്റർമാർ വേറെയാ. അത് കൂടാതെ 800 വ്യക്തികൾ അവിടെ ജോലിയെടുക്കുന്നു. അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം. 25,000 ഉറുപ്പിക മുതൽ താഴോട്ട് 3,000 രൂപ വരെ ശമ്പളം ഉണ്ട്. 3,000-നൊന്നും ഇപ്പൊ ഇല്ല, ഇതൊക്കെ വളരെ ചുരുങ്ങിയവരാ. നടത്താനുള്ള പ്രയാസങ്ങൾ ശരിയത്ത് കോളേജ് 1300ഓളം കുട്ടികളുണ്ട്. വേറെ കുറെ കുട്ടികളെല്ലാം കൂടി അധ്യാപകരെല്ലാം കൂടി 1500 ആൾക്ക് ഒരു നാടൻ കഥ ഇതിടെ പറയട്ടെ, പെണ്ണുങ്ങളുണ്ടല്ലോ താഴെ, അവർ കേൾക്കട്ടെ. 1500 കുട്ടികൾക്ക് ഈ ശരിയത്ത് കോളേജിൽ തന്നെ രാവിലെ നഗരക്കത്തെ കാപ്പികളൊക്കെ ഇരിച്ചത് പൊറാട്ട ഇടണം. ഏറ്റവും ചുരുങ്ങിയത് 1500-ന് 3000 പൊറാട്ട ഇടണം. രാത്രി 3 മണിക്ക് തുടങ്ങണം. 3 മണിക്ക് തുടങ്ങിയാൽ 8 മണി 9 മണിയാകുമ്പോഴേക്കേ തീരുള്ളൂ. ചില ദിവസം കേൾക്കാം ഇന്ന് പൊറാട്ടക്കാളില്ല. എന്താ കാരണം? ഇവനിവിടെ വന്നിട്ടാ പൊറാട്ട ചൂടുന്നത് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞ് മെല്ലെ വൈകുന്നേരം ഒന്ന് കുന്നമംഗലം അങ്ങാടി പോയപ്പോ ഇവിടെ കിട്ടുന്നത് 3000 ഉണ്ടെങ്കിൽ 500 കൂടി അവരാദ്യം കൊടുത്ത് 3500 കൊടുത്ത് ഓനതിൽ പോയി. പിന്നെ റോട്ടിലെ കൂടി പോണ ആളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അടിച്ചൂട് കുഴച്ചൂട് പൊറാട്ട പറയും. അന്ന് ഇവര് ദേഷ്യം പിടിച്ചു, എന്താ പൊറാട്ട വേവുന്നില്ല, വേവാത്ത പൊറാട്ട, കട്ടിയുള്ള പൊറാട്ട. പക്ഷെ കട്ടിയുണ്ടായി നമുക്ക് നഷ്ടമാണല്ലോ, കട്ടി കൂടിയാല് നമുക്ക് നഷ്ടമാണ് പൊടിയാത്തിയ. എന്നിട്ട് അവരെ പിന്നെ പഠിപ്പിച്ചു വരുമ്പോൾക്ക് അവര് പിന്നെ പോകും. അങ്ങനെയാണ് ദുന്യാവിന്റെ ഹാല്. നിങ്ങൾ ആലോചിക്കണം, കറാമത്തല്ലേ ഇത്? നിങ്ങളെയും എന്റെയും വീട്ടിലൊരു കല്യാണം, 2000 ആളുകളെ വിളിക്കുന്ന ഒരു കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ എത്ര ദിവസം അതിന്റെ അറേഞ്ച്മെന്റ് ചെയ്യണം? എത്ര ചെയ്യണം? മാസം നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്തിട്ടാണ് 2000 ആൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. എന്നാൽ തന്നെ അവിടെ വെള്ളം കിട്ടിയോ ഭക്ഷണം കിട്ടിയോ എന്നുള്ള ചിന്തയും പേടിയുമല്ലേ. ഇത് അല്ലാഹു തആല കൊടുക്കുകയല്ലേ. മർക്കസു സഖാഫത്തി സുന്നിയയിൽ 4000-ലധികം കുട്ടികൾക്ക് 5 നേരം ഭക്ഷണം എല്ലാ ദിവസവും കൊടുക്കുകയല്ലേ. രാവിലെ സുബഹി നിസ്കരിച്ച് വന്നാൽ ഉടനെ ചായയും ബിസ്കൂട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ 8 മണിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പൊറാട്ടയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാധനം നാസ്ത. അത് കഴിഞ്ഞ് ഉച്ചക്ക് ഭക്ഷണം, വൈകുന്നേരം ചായയും ബിസ്ക്കറ്റും, രാത്രി പിന്നെയും ഭക്ഷണം. ഇങ്ങനെ 5 നേരം ഈ 4000 5000 വിദ്യാർത്ഥികൾക്ക് എല്ലാ ദിവസവും കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇത് ഔലിയാക്കളുടെ കറാമത്തല്ലെങ്കിൽ എവിടെ നിന്ന് കഴിയും? കാശ് കിട്ടിയാൽ തന്നെ കഴിയോ? കഴിയൂല. കാശ് അഥവാ കിട്ടിയാൽ തന്നെ കഴിയില്ല. അല്ലാഹുവിന്റെ തൗഫീഖാണ്, അല്ലാഹുവിന്റെ മദദാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സാലിഹീങ്ങളുടെ പൊരുത്തമാണ്. അങ്ങനെ 5000 ആള് ഭക്ഷണം കഴിക്കുന്നു ഒരു ദിവസം, അല്ലെങ്കിൽ 4000 ആള് ഭക്ഷണം കഴിക്കുന്നു. യതീം മക്കള് 500-ഉം 600-ഉം കുട്ടികൾ, ആൺകുട്ടികൾ അവിടെ ഉണ്ടാകും. 400-ഓ 500-ഓ പെൺകുട്ടികളുടെ ഗേൾസ് ഓർഫനേജിലും ഉണ്ടാകും. അങ്ങനെ 1000-ഓളം കുട്ടികൾ അവിടെ യതീമുകൾ താമസിച്ച് പഠിക്കുന്നു. ഇപ്പോൾ അടുത്തായി ആരംഭിച്ച ഹോം കെയർ പദ്ധതി അനുസരിച്ച് 2 വയസ്സ് മുതൽ 10 വയസ്സിനടുക്കുള്ള കുട്ടികളെ അവരെ വീട്ടിൽ വെച്ച് വളർത്തുന്നു. അവർക്ക് നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്നു. 1200 മുതൽ 1500 രൂപ വരെ ഒരു കുട്ടിക്ക് നാം ഒരു മാസത്തിൽ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ 1500 കുട്ടികളുണ്ട് ഇപ്പോഴും. ഹോം കെയർ പദ്ധതിയിൽ 1500 യതീം കുട്ടികളുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ പുറത്തുള്ള കുട്ടികളും ഉണ്ട്.
അതിനൊക്കെ പുറമെ നമ്മുടെ സ്റ്റൈപ്പൻഡ് വാങ്ങിയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഏകദേശം 1000-ഓളം പേരുണ്ട്. ഇതൊക്കെ അവിടെ വന്ന് നോക്കിയാൽ കാണാൻ കഴിയൂല. നമ്മൾ കുട്ടികളെ എണ്ണം പറയുന്നത് അതൊന്നും അവിടെ അല്ല, ചിലർക്ക് ചിലവർ അത്രയല്ല എന്ന് പറയും. മുനാഫിക്കങ്ങൾക്ക് അങ്ങനെയാണ്, എന്ത് പറഞ്ഞാലും അവർക്ക് എതിർപ്പുണ്ടാവും. ഞാനിപ്പോൾ 2500 എത്തിയും കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇല്ല, അത് തനി കളവാ പൈസ, അവിടെ പോയി 500 ഉണ്ടാവും. ശരി തന്നെയാണ്. അവിടെ ആൺകുട്ടികളെ എത്തിയും കാലത്ത് അങ്ങോട്ട് തന്നെയാൽ 500-600 എല്ലാ ദിവസവും കണക്കാക്കാനാവില്ലല്ലോ. ഒരു 500 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിയെ അവിടുത്തെ പഠിച്ചു പോയി, അല്ലെ SSLC വരുമ്പോൾ കുട്ടികൾ പഠിച്ചു പോയാൽ അന്നേക്ക് പെട്ടെന്ന് വേറെ വാപ്പന്മാർക്ക് അങ്ങോട്ട് കുട്ടികളെ കൊണ്ടുവരാനൊന്നും ആവില്ല, പിന്നെ അവർ വരുന്നതാണ്. അപ്പോ ഈ കുട്ടികളടക്കം, ഹോം കെയർ കുട്ടികളടക്കം 2500-ഓളം യതീം കുട്ടികളെ മാത്രം ഇപ്പോൾ മർക്കത്ത് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ അലിഗഡ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റി, ഹംദർദ് യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ തുടങ്ങിയ വലിയ സ്ഥാപനങ്ങളിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും മറ്റ് പല സ്ഥലങ്ങളിലുമായി എഞ്ചിനീയറിംഗിനും ഡോക്ടർ ഭാഗം പഠിക്കാനും മറ്റ് IAS എഴുതാനും എൻട്രൻസിന് എഴുതാൻ തുടങ്ങി. നമ്മുടെ സ്റ്റൈപ്പൻഡ് കൊടുത്ത് നാം പഠിപ്പിക്കുന്ന 1000-ഓളം വിദ്യാർത്ഥികളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അർഹമുർ-റഹീമായ അല്ലാഹുവിനല്ലാതെ അറിയുകയില്ല. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട അനുഗ്രഹമാണ് ഈ യതീമുകളെയും അല്ലാത്തവരെയും നടത്തുന്നത്. ഇപ്പോൾ തന്നെ നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, മിസ്റിൽ പോയ കുട്ടി ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹിഫ്ളുൽ തജ്വീദ് മത്സരത്തിൽ ഈജിപ്തിൽ വെച്ച് 1ാം സ്ഥാനം നേടിയെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ഈജിപ്തുകാരുടെ ശബ്ദം, അവരെ ശൈലി ലോകപ്രസിദ്ധമാണ്. അതുപോലെ സിംഗപ്പൂർ, മലേഷ്യ, ബ്രൂണൈ, സിറിയ തുടങ്ങിയ നാടുകളിലൊക്കെയുള്ള ആളുകൾ വലിയ ഖിറാഅത്തുകാരും വലിയ ശബ്ദമുള്ളവരും വലിയ ശൈലിയുള്ളവരുമാണ്. അങ്ങനെ ആഗോള അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ മർക്കസ് വിദ്യാർത്ഥി 1ാം സ്ഥാനം നേടി. കഴിഞ്ഞ വർഷം ദുബായ് ഗവൺമെന്റ് നടത്തുന്ന ഹിഫ്ളുൽ ഖുർആനിലും 1ാം സ്ഥാനം നേടി. ഈ വർഷവും 1ാം സ്ഥാനമല്ലെങ്കിലും അതിനോട് അടുത്ത വിജയം നേടി. അങ്ങനെ ലോകത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്ന വിധത്തിൽ, ലോകത്തിന് അഭിമാനിക്കാവുന്ന വിധത്തിൽ ഖുർആൻ പഠിക്കുന്നവർ, ഇംഗ്ലീഷ് പഠിക്കുന്നവർ, അതുപോലെ ഇന്ന് മർക്കസിൽ നിന്ന് പ്രത്യേകമായ ഒരു ട്രെയിനിങ് കോഴ്സ് വെച്ചിട്ടുണ്ട്. ആ ട്രെയിനിങ് കോഴ്സിൽ പാസ്സായ കുട്ടികൾ ഏറ്റവും അടിസ്ഥാന ശമ്പളം അവർക്ക് കിട്ടുന്നത് 7000-ഉം 8000-ഉം രൂപയാണ്. ആ ശമ്പളം 25,000 വരെ ശമ്പളം വാങ്ങുന്ന കുട്ടികളുണ്ട്. ഗൾഫ് രാജ്യത്തിൽ ഇപ്പോൾ മർക്കസിൽ നിന്ന് പഠിച്ചുപോയ യതീമുകളുമല്ലാത്തവരുമായി 3000-ഓളം കുട്ടികൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരെ കൊണ്ട് കുടുംബം ജീവിക്കുന്നു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും അധികം വളർച്ച ആ സ്ഥാപനത്തിന് കിട്ടിയത് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അവர்களுടെയും മറ്റ് ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ദുആ ബർക്കത്ത് കൊണ്ടും. നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കേരളത്തിലും ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലും വിദേശ നാടുകളിലും അങ്ങേയറ്റം സജീവമായി മർക്കസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി നീക്കിവെച്ച ആളുകളുടെ സേവനങ്ങൾ കൊണ്ടാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതുകൊണ്ട് മർക്കസ് സമ്മേളനം എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അവിടെ വരിക, അത് മാത്രമല്ല എന്ന് നിങ്ങളെ ഞാൻ അറിയിക്കുന്നു. വരൽ നിർബന്ധമാണ്, ആവശ്യമാണ്. 3 ദിവസം ജനുവരി 7, 8, 9 തീയതികളിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ 3 ദിവസവും വരാം. ഈ വരുന്നത് മാത്രമല്ല നമ്മുടെ ആവശ്യം, മർക്കസിന്റെ പ്രചാരണം നമുക്ക് എല്ലാ സ്ഥലത്തും എത്തിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ ആ മർക്കസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്നെയാണ് ഇവിടെ എറണാകുളം ജില്ലയിലെ ജാമിയ അഷ്അരിയയും
അൽ ഇഹ്സാനും മംബഉൽ ഹുദയും അതുപോലുള്ള സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ടായത് അതേ മർക്കത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. തിരുവനന്തപുരത്ത് അൽഹംദുലില്ലാഹ് അല്പം വൈകിയാണെങ്കിലും 1 കൊല്ലമായി ഞങ്ങൾ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുന്നു. അവിടെ ഒരു പ്രത്യേകത, അല്പം പോലും സംസാരിക്കാൻ കഴിയാത്ത 10-50ഓളം വിദ്യാർത്ഥികൾ അവിടുത്തെ ഉന്നത കോളേജുകളിൽ പഠിക്കുന്നു. MA പഠിക്കുന്നു, BA പഠിക്കുന്നു, MBA പഠിക്കുന്നു, BBA പഠിക്കുന്നു. ആര്? സംസാരിക്കാൻ കഴിയാത്ത കുട്ടികൾ. ആ കുട്ടികളെ മറ്റ് ആളുകൾ കൊണ്ടുപോയി പഠിപ്പിച്ച് അക്കൂട്ടത്തിൽ കുറച്ച് യുക്തിവാദികളാക്കി മാറ്റി. ചിലരെ ക്രിസ്തീയ മതത്തിൽ ചേർത്തി. ആര്? സംസാരിക്കാത്ത കുട്ടികൾ. ആ കുട്ടികളെ മുഴുവനും ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള മുഴുവൻ കോളേജുകളിലുള്ള ഇത്തരം കുട്ടികളെ അവരെ പഠനം കഴിഞ്ഞാൽ ബസ് കൊണ്ടുപോയി നമ്മളെടുത്തു കൊണ്ടുവന്ന് നമ്മൾ പഠിപ്പിക്കുകയാണ്. അതിൽ ഒരു കുട്ടി ഇപ്പോഴും യുക്തിവാദത്തൊന്നും മടങ്ങിയിട്ടില്ല. ബാക്കിയുള്ള കുട്ടികളൊക്കെ യുക്തിവാദത്തൊന്നും മടങ്ങി. സംസാരിക്കാൻ കഴിയാത്തവരെ പറ്റിയാ പറയുന്നത്. സംസാരിക്കാൻ കഴിയുന്നവനാണ് പിന്നെ വല്ല ആനന്ദ. സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളെ ഇഞ്ചക്ട് ചെയ്തിട്ട് സംസാരിക്കാൻ കഴിയാല്ല, കേൾവിയില്ല, ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുത്തിട്ടായി പറയുന്നതൊക്കെ മനസ്സിലാവുന്നത്. അവരെ യുക്തിവാദിയാക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലാത്തവരെ കാര്യം പറയാനില്ലല്ലോ. അപ്പൊ അങ്ങനെ കുട്ടികളെ യുക്തിവാദിയാക്കിയും നിരീശ്വരവാദിയാക്കിയും നിർമ്മതവാദിയാക്കിയും അങ്ങേയറ്റം വഴിപഴിപ്പിക്കുന്ന കാലമാണിവിടെ. അതും കൂടി നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. നമ്മൾ ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് പോകാൻ അനുവദിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. മറ്റു മതത്തിൽ നിന്ന് ആരെയും നമ്മൾ പിടിച്ചിങ്ങോട്ട് നിർബന്ധിച്ച് മതത്തിൽ കൂട്ടുന്നുമില്ല. വരുന്നവർക്ക് സ്വമനസ്സാലെ വരുന്നവർക്ക് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഷഹാദത്ത് ചൊല്ലി കൊടുക്കും. അല്ലാതെ ഒരൊറ്റ വ്യക്തിയെയും നിർബന്ധിച്ചുകൊണ്ട് അല്ലെങ്കിൽ തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മതത്തിലേക്ക് ഞങ്ങൾ ചേർക്കുകയില്ല, നമ്മൾ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മതത്തിൽ നിന്ന് മറ്റു മതത്തിലേക്ക് ഒറ്റിക്കൊണ്ടുപോകുന്നതിനെ തടയൽ നമ്മുടെ കടമയാണ്. കാരണം ഇസ്ലാമിക വിശ്വാസമനുസരിച്ച് ഇസ്ലാം വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ? എല്ലാ മതവും സത്യമാണെന്നല്ല. അല്ലാഹുവിന്റെ മതം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ മതം അത് ഇസ്ലാം മാത്രമാണ്. ഇസ്ലാമല്ലാത്തതൊന്നും അല്ലാഹു പൊരുത്തപ്പെട്ട മതമല്ല. ومن يبتغي غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതം ആരെങ്കിലും അവലംബിച്ചാൽ അല്ലാഹു തആല അത് സ്വീകരിക്കുകയില്ല. അവൻ പരലോകത്ത് നഷ്ടപ്പെട്ടവൻ തന്നെ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മതം ഇസ്ലാം മാത്രമാണ്. ഈ മതത്തിൽ നിന്ന് ആരെങ്കിലും കുതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് മതപരിവർത്തനം ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അതിനെ കണ്ടുപിടിക്കുകയും തടയുകയും ചെയ്യുന്നത്, നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തടയുന്നത് നമ്മുടെ കർത്തവ്യമാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മതസൗഹാർദ്ദത്തിന്റെയും മതമൈത്രിയുടെയും ഏറ്റവും വലിയ പ്രവർത്തകർ നമ്മളാണ്. നമ്മെപ്പോലെ മതമൈത്രിക്ക് വേണ്ടി, മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന, എഴുതുന്ന, പ്രവർത്തിക്കുന്ന മറ്റൊരു വിഭാഗവും ഇവിടെ ഇല്ല എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് മതമൈത്രിയും മതസൗഹാർദ്ദവും വേണമെന്ന് പറഞ്ഞതുകൊണ്ട് മതപരിവർത്തനം വേണമെന്ന് അർത്ഥം ആരും പറയുകയില്ല, അങ്ങനെ പറയാൻ പറ്റുകയും ഇല്ല. അതുകൊണ്ട് നമ്മുടെ സമുദായത്തെ, മുസ്ലിം സമുദായത്തെ മുസ്ലിമാക്കി നിലനിർത്താൻ മറ്റുള്ള സമുദായം അവരുടെ വിശ്വാസമനുസരിച്ച് നിൽക്കുമ്പോൾ അവരെ ആക്രമിക്കപ്പെടാതിരിക്കാൻ അങ്ങനെ ഐക്യവും സമാധാനവും ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി നാം പ്രവർത്തിക്കണം. മർക്കസിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിലും അതുപോലുള്ള കോളേജുകളിലും എല്ലാ മതസ്ഥർക്കും
നാം പ്രവേശനം കൊടുക്കുന്നുണ്ട്, അവരെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മൈത്രി എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ കഷ്ടപ്പെട്ടവർക്ക്, പാവപ്പെട്ടവർക്ക് അരി വിതരണം നടത്തുമ്പോൾ ഞങ്ങൾ ആ മർക്കസിന്റെ പരിസരത്തുള്ള എല്ലാ പാവപ്പെട്ടവർക്കും കൊടുക്കാറുണ്ട്. അവിടെ ഭക്ഷണം കൊടുക്കുന്നതിൽ മുസ്ലിം എന്ന പ്രത്യേകത ഞങ്ങൾ കാണിക്കാറില്ല. അതുപോലെ വെള്ളം കൊടുക്കുന്നതിൽ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് എല്ലാവരെയും ഒരുപോലെ കാണണമെന്നാണ്. മുസ്ലിംകൾക്ക് മാത്രമല്ല, മർക്കസ് സഖാഫത്തെ സുന്നിയുടെ കീഴിൽ 500ഓളം കിണറുകൾ ഇന്ത്യ രാജ്യത്ത് കുഴിച്ചു കൊടുത്തു. ഈ ഒരൊറ്റ കൊല്ലം ബംഗാളിൽ 100 കിണർ കുഴിച്ചു. 500 പള്ളിയും മദ്രസയും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കി കൊടുത്തു. അതിൽ ബംഗാളിലാണ് അധികമുള്ളത്. അത് ഇത് പറയുമ്പോൾ നാ പിന്നെ മർക്കസിൽ കോടികളുണ്ടല്ലോ എന്നായി. ഇല്ല, അത് മർക്കസിലുള്ള കോടി കൊണ്ടല്ല. അത് കിണർ കുഴിച്ചു കൊടുക്കണമെന്ന് വന്നിട്ട് തരുന്ന പൈസ കൊണ്ട് കിണർ കുഴിച്ചു കൊടുക്കുക. പള്ളിയും മദ്രസയും ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്ന കാശ് കൊണ്ട് അതുണ്ടാക്കി കൊടുക്കുകയാണ്. അതിന് നമ്മൾ മർക്കസിൽ ചെലവഴിക്കാൻ പാടില്ല. മർക്കസിൽ തന്നെ വകുപ്പ് ചെലവാക്കാൻ പാടില്ല. മർക്കസിൽ ഒരാൾ വന്നപ്പോ ഇവിടെയൊക്കെ കുട്ടികൾ മൂക്കിற்கு പൊടി വരക്കുന്നുണ്ട്, അതുകൊണ്ട് എന്റെ വകയായി അവിടെ ഇന്റർലോക്ക് ഇടണം, കട്ടടം വിരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് വിരിച്ചു. വേറെ ആൾ വന്നപ്പോ അതിന്റെ അപ്പുറത്ത് നല്ല പുല്ല് വെക്കണം, എന്നാലേ അവിടെ നല്ല കാറ്റ് കുടിക്കുമെന്ന് പറഞ്ഞു. അത് വെച്ചിപ്പം കൂടെ മർക്കസിൽ വന്ന് നോക്കി കുറെ പുല്ലുകൾ വെച്ചിട്ടുണ്ട്. ഓ, അവിടെ പൈസന്റെ തളപ്പുകൊണ്ടാണത് എന്ന് മുനാഫിക്ക് വന്നാൽ പറയും. അതേ സമയത്ത് ബുദ്ധിയുള്ളവരോ, ഒന്നാളൊരു സംഘം വന്നു ഷാർജയിൽ നിന്ന്, അവർ വിസിറ്റ് ബുക്കിൽ എഴുതിയത് 1ാം നമ്പറായി എഴുതിയത് മർക്കസിലെ ശുചിത്വം, ശുദ്ധി, അതാണ്. 2ാം നമ്പറായി എഴുതിയത് അവിടുത്തെ കുട്ടികളുടെ ക്യൂ സിസ്റ്റം. 3ാമതായി ആണ് അവിടുത്തെ പഠനത്തെ സംബന്ധിച്ച് അവരെഴുതിയത്. അപ്പോൾ ബുദ്ധിമാന്മാർ അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കും. അങ്ങനെ എല്ലാവർക്കും കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ഒരുപാട് കാശ് വേണം. നിങ്ങളെല്ലാവരും സംഭാവന നൽകിക്കുകയും വേണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സിയും വലിയുള്ളാഹിയുടെയും അതുപോലുള്ള മഹാന്മാരായ ഔലിയാക്കളുടെയും സാദാത്തുക്കളുടെയും എല്ലാവിധ അർത്ഥങ്ങളുമുള്ള ആ ഒരു ജീവിതം നമുക്കുണ്ടാവണം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. നമ്മുടെ സംഘടന SYS ഏറ്റവും വലിയ സംഘടനയാണ്. അതിന്റെ താഴെ വിദ്യാർത്ഥികളുടെ SSF, അതും വളരെ നല്ല ഭദ്രമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ 2 സംഘടനയെയും നിങ്ങൾ ശക്തിപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.